യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിവസത്തെ തലക്കെട്ട് ഇപ്രകാരമാണ്: തിന്മകളോട് പോരാടാം. തിന്മകളോട് പോരാടാം. പല വിധത്തിൽ തിന്മകൾ നമ്മളെ ചുറ്റി വളയാറുണ്ട്, നമ്മളെ കീഴടക്കാൻ പരിശ്രമിക്കാറുണ്ട്. അപ്പോഴൊക്കെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പോരാട്ട വീര്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. തിന്മകളോട് പോരാടാനായിട്ട് നമ്മൾ പഠിക്കണം. ഒരു തിന്മ നമ്മളെ കീഴടക്കുന്നു, അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കല്ല. അവിടെ ഈ തിന്മയ്ക്കെതിരെ പോരാടാനായിട്ടുള്ളൊരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ നോമ്പ് കാലഘട്ടം തിന്മയ്ക്കെതിരെ പോരാടാനുള്ള ഒരു കാലഘട്ടമാണ്. നമുക്കൊരു പക്ഷേ പല പാപാവസ്ഥകളുണ്ടാകാം, ദുശീലങ്ങളുണ്ടാകാം, പലതരം പാപത്തിൻ്റെ തഴക്കദോഷങ്ങളുണ്ടാകാം. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ നന്നായി പരിശ്രമിക്കണം. ഒന്നാമതായിട്ട് അച്ഛന് പറയാനുള്ളത്, ആ മേഖലയിൽ നിന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊരു പരിശ്രമം നീ നടത്തണം. ഉദാഹരണമായിട്ട്, ഒരു ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി ഈ കാലഘട്ടത്തിൽ സൗമ്യമായിട്ട് സംസാരിക്കാൻ പരിശീലിക്കണം, ശാന്തമായിട്ട് സംസാരിക്കാൻ പരിശീലിക്കണം, ക്ഷമയോടുകൂടെ സംസാരിക്കാനായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ദേഷ്യം വരുന്ന സമയത്ത് അല്പസമയം മിണ്ടാതിരിക്കാൻ പരിശ്രമിക്കണം. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നിൻ്റെ ജീവിതത്തിൽ എവിടെയാണോ കുറവ്, നീ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ മേഖലയിൽ ആ കുറവ് നികത്താനായിട്ട് നിനക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, പരിശ്രമിക്കാൻ പറ്റും എന്ന് നീ തന്നെ ആത്മപരിശോധന ചെയ്യുക, ചിന്തിക്കുക. അപ്പോൾ ദൈവം നിനക്ക് അതിന് വേണ്ടുള്ള വഴികൾ കാണിച്ചു തരും. ഒന്നാമത്തെ കാര്യമാണ്, നമ്മൾ നന്നായി പരിശ്രമിക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പരിശ്രമിക്കണം. താൻ പാതി ദൈവം പാതി എന്നല്ല പറയുക പ്രിയപ്പെട്ടവരെ. അതിൻ്റെ കൂടെ ദൈവം കൃപയായി നമുക്കെല്ലാം എളുപ്പമാകും. അതുകൊണ്ട് ഈശോയോട് നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോയെ, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ നികത്താനായിട്ടുള്ളൊരു കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്നായി പ്രാർത്ഥിക്കണം. ഗെത്സമനയിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ശിഷ്യന്മാരിൽ നിന്നൊക്കെ ഒരു കല്ലേറ് ദൂരം മാറി നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ പറ്റിയെങ്കിലും ഒരു താമസിച്ചുള്ള ധ്യാനമൊക്കെ കൂടണം, എവിടെയെങ്കിലും ഏകദിന ധ്യാനം കൂടണം, മാറി നിന്ന് പ്രാർത്ഥിക്കണം. തിക്കുകളിൽ നിന്ന്, തിരക്കുകളിൽ നിന്ന്, പാപ സാഹചര്യങ്ങളിൽ നിന്ന്, പാപകരമായ വ്യക്തികളിൽ നിന്നൊക്കെ മാറി നിന്ന് ഈശോയുടെ അടുത്തിരുന്ന് കുറേ നേരം പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിക്കുകയല്ല, തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. കർത്താവ് പറയും, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും. അപ്പോൾ കൂടുതൽ പ്രിയപ്പെട്ടവരെ, തീക്ഷ്ണതയോടെ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുക. ഈ നോമ്പ് കാലഘട്ടം അപ്പോൾ പുണ്യങ്ങൾ പൂക്കുന്ന കാലഘട്ടമായിട്ട് മാറും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ, അശുദ്ധിക്കെതിരായ പോരാട്ടത്തിൽ വളരെ ലളിതമായ ഒരു ഉദാഹരണം എപ്പോഴും എനിക്ക് ഓർമ്മയിൽ വരാറുണ്ട്. ഒരു ഗ്ലാസ്സിൽ അശുദ്ധ ജലമുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിലേക്ക് വളരെ ശക്തമായിട്ട് പ്യുവർ വാട്ടർ തുടർച്ചയായിട്ട് ഒഴിക്കുകയാണെങ്കിൽ അവസാനം അത് പ്യുവർ വാട്ടറായിട്ട് മാറും. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, പലതരം അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ ഈ ദിവസങ്ങളിൽ കുറേ പുണ്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുക, കുറേ പ്രാർത്ഥനയാൽ നിറയ്ക്കുക, നല്ല ചിന്തകളാൽ നിറയ്ക്കുക, വചനത്താൽ നിറയ്ക്കുക, പരിശുദ്ധ കുർബാനകളും മറ്റു കൂതാശകളാൽ നിറയ്ക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, തിന്മ തന്നെ മാറിപ്പോകും. എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ രണ്ട് കാര്യങ്ങൾ പരിശ്രമിക്കുക. തിന്മയ്ക്കെതിരെ നമുക്ക് പോരാടണം, നമുക്ക് പോരാടാം. ഒന്നാമതായിട്ട് നന്നായി പരിശ്രമിക്കണം. രണ്ടാമതായിട്ട് നന്നായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഈശോ നിങ്ങൾ അതിനായിട്ട് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ സമൃദ്ധമായിട്ട് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ നോമ്പുകാലം വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായിട്ട് മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ, അശുദ്ധമായതെല്ലാം ഉപേക്ഷിക്കുവാൻ, കൂടുതൽ കർത്താവുമായിട്ട് ചേർന്നിരിക്കുവാൻ, പ്രാർത്ഥനയിൽ വളരുവാൻ, പരിശ്രമിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.